ശ്രീമദ് ഭാഗവതം ക്ലാസ് 119. നമ്മളിന്ന് നോക്കുന്നത് സ്കന്ധം 5 20 നരകത്തെ പറ്റിയാണ്. പറയും നരകത്തിന്റെ മാത്രം പറയാതിരിക്കുന്നത് ശരിയല്ല. അപ്പൊ അതിനെപ്പറ്റി പറയുകയാണ്. പക്ഷെ നമ്മളിവിടെ അതിലേക്ക് കടക്കുന്നതിനെക്കാട്ടി മുമ്പിൽ 2-3 കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒന്നെന്ന് പറയുന്നത്, ഇത് പുരാണ കഥകളാണ്. ഭാഗവതം കഥരൂപത്തിലുള്ള അവതരണങ്ങളാണ്. അപ്പം കഥയിൽ ഓരോന്നിനെല്ലാം കഥാപാത്രങ്ങളായിട്ട് അവതരിപ്പിക്കും. അപ്പം നമ്മൾ അതൊന്നും അതേപോലെ എടുക്കരുത്. കഥയായി കാണണം. അതുകൊണ്ടാണ് അതിൽ ചോദ്യമില്ല എന്നെല്ലാം പറയുന്നത്. ചോദ്യമില്ല എന്ന് പറഞ്ഞാൽ അത് വെറുതെ ഒരാശയം കഥ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. സാധാരണ നമ്മൾ കഥ ആർക്കാണ് പറഞ്ഞു കൊടുക്കുക? കുട്ടികൾക്കാണ് പറഞ്ഞു കൊടുക്കുക. കാരണം കുട്ടികൾക്ക് സയൻസ് അതേപോലെ മനസ്സിലാക്കാനുള്ള കഴിവൊന്നുമില്ല. അപ്പം കഥരൂപത്തിൽ ചില ആശയങ്ങളെല്ലാം വെച്ച് പറയുമ്പോൾ ആ ആശയങ്ങൾ അവരുടെ മനസ്സിലുണ്ടാകാൻ വേണ്ടിയാണ് നല്ലതുണ്ട്, ചീത്തയുണ്ട് എന്നീ ആശയങ്ങളെല്ലാം അവരുടെ മനസ്സിൽ കഥരൂപത്തിൽ ആദ്യം കേൾപ്പിക്കുവാൻ വേണ്ടിയാണ്. അപ്പം ആശയരൂപത്തിൽ ചിലത് മനസ്സിലാക്കുന്നു. അത് സത്യമല്ല, അതേപോലെ സത്യമായിട്ട് എടുക്കരുത്. അതേപോലെ തന്നെ സയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല. അതേപോലെ തന്നെയാണ് പുരാണ കഥകൾ. വേദങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ച രഹസ്യം എല്ലാം അടങ്ങിയ ശാസ്ത്ര സത്യങ്ങളാണ്. അതൊന്നും സാധാരണക്കാരന് മനസ്സിലാക്കാനൊന്നും പറ്റില്ല. അപ്പം അവർക്ക് കഥരൂപത്തിൽ ഒരാശയം മനസ്സിലായിക്കോട്ടെ, ഏതോ ഒരു ശക്തിയുണ്ട് എന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന നിലയിലാണ് കഥരൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ തന്നെ നമ്മളുടെ ഭക്തന്മാരിൽ അമ്പലത്തിൽ പോകുന്നുണ്ട്. യഥാർത്ഥത്തിൽ അമ്പലത്തിൽ അവിടെ ദൈവം ഇരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം എല്ലായിടത്തും ഉള്ളത്, അല്ലാതെ അമ്പലത്തിൽ പ്രത്യേകിച്ച് അതിനകത്തൊന്നുമില്ല. പിന്നെ എന്തിനാണ് ഇത് ആവിഷ്കരിച്ചത്, ഇങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടാക്കിയത്? അതിലൂടെ ഏതോ ഒരു ശക്തിവിശേഷമുണ്ട് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അത് സത്യമാണ്. ഒരു ശക്തിവിശേഷമാണ് നമ്മളെ നയിക്കുന്നത്. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. നിർഗുണമായ ബ്രഹ്മത്തിന് ഒരു പ്രപഞ്ചമുണ്ടാക്കണം. പ്രപഞ്ചമുണ്ടാക്കാൻ നമ്മളെ സൃഷ്ടിച്ചിട്ട് നമ്മളിലൂടെയാണ് കുറേ പുരോഗതികളെല്ലാം വരുത്തുന്നത്. അപ്പം നമ്മൾ തന്നെ ഇരുന്നു കൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടാണ്, കർമ്മങ്ങൾ ചെയ്യിപ്പിച്ചിട്ടാണ് ലോക പുരോഗതി ഉണ്ടാക്കുന്നത്. അപ്പം നമ്മളെ നയിക്കുന്ന ഒരു ശക്തി ആ ശക്തി വിശേഷം തന്നെയാണ്. അല്ലാതെ അതിന് കണ്ണുമൂക്കൊന്നുമില്ല, അതിനെ കാണാനോ മനസ്സിലാക്കാനോ ഒന്നും പറ്റില്ല. അത്തരത്തിലുള്ള ഒരു ശക്തി വിശേഷമാണ്. പക്ഷെ ആ രൂപത്തിലൊന്നും പറഞ്ഞാലൊന്നും സാധാരണക്കാരന് മനസ്സിലാവില്ല. പക്ഷെ സാധാരണക്കാരനെ സംബന്ധിച്ച് തോന്നുന്നുണ്ട്, അത്രയേ അറിയും. ഇപ്പോഴും നമ്മൾ അമ്പലത്തിൽ പോകുന്ന ആൾക്കാരോട് തന്നെ ഇപ്പം ശിവൻ എന്നെല്ലാം പറയുമ്പോൾ, പാർവതി എന്നെല്ലാം പറയുമ്പോൾ ആ കഥകളൊന്നും അറിഞ്ഞിട്ടൊന്നും എല്ലാം പോകുന്നത്. അവരോട് ചോദിച്ചു നോക്കൂ, ഓരോ ആ ശിവന്റെ ഈ ത്രിശൂലം എന്താണ്? നമ്മളിപ്പം ത്രിശൂലത്തെ പറ്റിയെല്ലാം കഴിഞ്ഞാൽ കണ്ടു. അവർക്കൊന്നും അറിയില്ല. അല്ലെ പുലിത്തോൽ എന്തെന്നാണ്, എന്താണ് ആ പുലിത്തോളിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ബ്രഹ്മാവിന് ഇത്രയും തല കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർക്കൊന്നും അറിയില്ല.
യഥാർത്ഥത്തിൽ ദൈവത്തിനെ പറ്റിയുള്ള ശരിയായ വിവരം പോലും അവർക്കില്ല. പക്ഷേ ആ ഒരു ആശയത്തിലൂടെ എന്താണ് മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ആ ഒരു ചടങ്ങിലൂടെയെല്ലാം ഏതോ ഒരു ശക്തി നമ്മളെ നയിക്കുന്നുണ്ട്. യുക്തിവാദികൾക്ക് അങ്ങനെ ഒരു ശക്തി ഇല്ല എന്നുള്ളൊരു വിശ്വാസം. ഈ രണ്ട് മാത്രമേ അവിടെ ഉള്ളൂ. ഈ കാട്ടിക്കൂട്ടുന്നതിലൂടെയെല്ലാം ഭക്തിയിലൂടെ നമ്മൾ എന്തെല്ലാമോ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിലൂടെ യഥാർത്ഥത്തിൽ ഒരു സത്യം, ഒരു ശക്തിയുണ്ട്. അതിൻ്റെ അപ്പുറം അതിന് വേറെ പ്രാധാന്യം ഒന്നും തന്നെ ഇല്ല. അതാണ് അതെല്ലാം പുരാണ കഥകളിലൂടെ പോയിട്ടാണ്. അല്ലാതെ വേദം പഠിച്ചിട്ടൊന്നും എല്ലാവരും ഭക്തി വെച്ചിട്ട് പോകുന്നത് ഈ പുരാണ കഥകളിലൂടെയാണ്. അപ്പം കഥകൾക്കൊരു ലക്ഷ്യമുണ്ട്, പ്രപഞ്ചത്തിലൊരു ശക്തിയുണ്ട്. അങ്ങനെ ചില ആശയങ്ങൾ സാധാരണക്കാരന് മനസ്സിലാവുന്നത് മാത്രം അവർക്ക് ഇട്ടുകൊടുക്കുന്നു. അത് അവരുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കഥകളിലൂടെ പറയുമ്പോൾ ഈ പുരാണ കഥകളിലും നരകം എന്നുള്ള വാക്ക് കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ വേദം എന്താണ് പറയുന്നത്? വേദമാണ് അടിസ്ഥാനം. അതിൽ സയൻസ് തന്നെയാണ്, ശുദ്ധമായിട്ടാണ് പറയുന്നത്. അവിടെ എന്താ പറയുന്നത്? നരകവുമില്ല, സ്വർഗവുമില്ല. യഥാർത്ഥത്തിൽ മനുഷ്യരെ സംബന്ധിച്ചുള്ള ഉണ്ടെങ്കിൽ തന്നെ ഈ ഭൂമിയിലുള്ള കഷ്ടപ്പെടുന്നതാണ് നരകം. സുഖത്തിലിരിക്കുമ്പോൾ അത് സ്വർഗം, ആ നിലയിൽ കണ്ടോളണം. അതാണ് വേദത്തിൽ. യഥാർത്ഥത്തിൽ നരകവും പാപവും പുണ്യവും ഒന്നും തന്നെ ഇല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളെ സൃഷ്ടിച്ചിട്ട് നമ്മളിൽ തന്നെ അതാണ് ഇരിക്കുന്നത്, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും അതാണ്. അല്ലാതെ നമുക്ക് വേറെ ഒരു നിമിത്തം മാത്രമാണ്. അതാണ് അർജുനനോട് പറഞ്ഞത്, നീ കൊല്ലുന്നൊന്നുമില്ല, ഇതെല്ലാം ഓൾറെഡി തീരുമാനിച്ചതാണ്, പിന്നെ ഒരു നിമിത്തം മതി. അപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ആ ശക്തി തന്നെയാണ് ഉള്ളിലിരുന്നു കൊണ്ട് ചെയ്യുന്നത്. അത് ഗ്രഹങ്ങളുടെ ചലനമായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് തന്നെ ദ്വയമായിട്ടാണ്. നല്ല ഉണ്ടെങ്കിൽ പാപമുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പം നല്ല പാപം ഈ പറയുന്നതിനൊന്നും അർത്ഥമില്ല. അതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം. അല്ലാതെ പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം നല്ലികളെ ചീത്തയുമില്ല. ഓരോ കാലഘട്ടത്തിൽ ഓരോ സെറ്റപ്പിലൂടെ ലോകത്തെ പുരോഗമിപ്പിക്കുന്നു. ആ അർത്ഥത്തിൽ മാത്രമേ അതിലെ ധർമ്മം എന്ന് പറയുന്നത് ആ കാലത്തിൻ്റെ കാലം എങ്ങോട്ടേക്കാണോ ലോകം കൊണ്ടുപോകുന്നത്, ആ ശക്തി എങ്ങോട്ടേക്കാണോ ലോകത്തെ കൊണ്ടുപോകുന്നത് അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് ധർമ്മം. അത്രയേ അർത്ഥമുള്ളൂ. അതിനെതിരായിട്ട് നിന്നാൽ അത് തിന്മയാണ്. ലോകം മുന്നോട്ടേക്ക് പോകുമ്പോൾ കാലമാണ് കൊണ്ടുപോകുന്നത്. അതിനോട് ഒത്തു പോകുന്നവർക്ക് ധർമ്മം ചെയ്യുന്നവർ, അതിനെതിരായിട്ട് നിൽക്കുന്നവർ പാപികൾ. അത്ര അർത്ഥം മാത്രമേ ആയുള്ളൂ. അതുകൊണ്ട് യഥാർത്ഥത്തിൽ പാപവുമില്ല, പുണ്യമില്ല. പക്ഷെ പുരാണ കഥകളിൽ ഇങ്ങനെ നരകത്തെ എല്ലാം പറ്റി പറയുമ്പോൾ അവിടെ ചോദ്യത്തിനൊന്നും പ്രശസ്തിയില്ല. ഇങ്ങനെ നരകം ഉണ്ടോ, എവിടെയാണ് എന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും അർത്ഥമില്ല, ചോദ്യമില്ല. അതിലൂടെ ചില ആശയങ്ങളാണ് പറയുന്നത്. എന്താണ് ആശയങ്ങൾ? മനുഷ്യന് ഇന്ന കർമ്മങ്ങളാണ് നല്ലത്, ഇന്ന ചെയ്യുന്നത് മോശമാണ് എന്ന് പറയാൻ വേണ്ടി മോശം ചില കർമ്മങ്ങളെ എടുത്തിട്ട് അത് പാപമാണ്, അതിനിങ്ങനെയെല്ലാം ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് കഥരൂപത്തിൽ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞ് പേടിപ്പിക്കുന്നത് പോലെ. കുട്ടികളെ പറയില്ല, ഇതാ ബൂച്ചി, നമ്മളെ ചെറുതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ബൂച്ചി, എന്താ ഈ ബൂച്ചി എന്ന് പറഞ്ഞാൽ അറിയില്ല, ഏതോ ഒരു പിശാചോ എന്തോ ഉദ്ദേശിച്ചിട്ടാണ്. ബൂച്ചി വരും, ഏതോ ഇത് ചെയ്തു എന്നുള്ള കുട്ടികളെ പേടിപ്പിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് കുട്ടികളെ എന്താ നേർക്ക് പോകുന്നുണ്ട്, പോയിക്കോട്ടെ എന്ന് പേടിപ്പിക്കാൻ മാതിരി ഇവിടെയും നരകങ്ങളെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സാധാരണ കുട്ടികൾക്ക് സമാനമാണ് ഈ പുരാണ കഥകളെല്ലാം വായിക്കുന്ന സാധാരണ ജനങ്ങൾ വേദങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. അവരെ നല്ല നിലയിൽ പോകുന്നുണ്ട്, പോകട്ടെ എന്നുള്ള നിലയിൽ പറഞ്ഞു വെച്ചു. കഥയാകുമ്പോൾ അങ്ങനെ പറയും. കഥയിൽ വില്ലന്മാരും എല്ലാം ഉണ്ടല്ലോ. വില്ലന്മാരും നല്ല ആൾക്കാരുണ്ട്, മോശം ആൾക്കാരുണ്ട്, ഡാക്കിനിമാരിയുള്ള ആൾക്കാരെല്ലാം ഉണ്ട്. എന്തിനാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്? കാരണം കുട്ടികൾ നല്ല നിലയിൽ പോകണം. അപ്പം നല്ല എന്താണെന്നും പറഞ്ഞു വെക്കുന്നു, മോശം എന്താണെന്നും പറയുന്നു. അതിന് ഇന്ന പാപങ്ങളെല്ലാം ഉണ്ട് എന്ന് പറയുമ്പോൾ
അങ്ങനെയുള്ള ജനങ്ങൾ പേടിച്ചിട്ട് നന്നായിട്ട് പോകുന്നുണ്ട്, പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അതിലും കാര്യമില്ല. കാരണം എങ്ങനെ പോകണമെന്ന് ഓൾറെഡി തീരുമാനിച്ചിട്ടും ഉണ്ട്. ഈ ഒരു വീക്ഷണത്തോടു കൂടി നമുക്കിതിലേക്ക് കടക്കാം. ഒന്നിൽ പരീക്ഷിച്ച രാജാവ് ചോദിക്കുകയാണ്, ലോകത്തിന് ഈ മാതിരി ഭോഗാനുഭവ വൈവിധ്യം എങ്ങനെ സംഭവിക്കുന്നു? കാരണം മനുഷ്യരിൽ പലതരത്തിലുള്ള ഭോഗ താല്പര്യങ്ങളും അതിൻ്റെ ഫലമായിട്ടുള്ള സുഖദുഃഖങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? എല്ലാവർക്കും ഒരുപോലെ ആയാപ്പോൾ മനുഷ്യരിൽ മാത്രമാണ് ഇത്രയും വൈവിധ്യം. ഓരോന്നിലും താല്പര്യം, ഓരോന്നിൻ്റെ പിന്നാലെ ഓടുകയാണ്. ഇപ്പോൾ ശുഗമഹർഷി പറയുകയാണ്, കർമ്മം ചെയ്യുന്നവർ രണ്ടിലാണ്. സത്വരജോ തമോ ഗുണത്തിനനുസരിച്ചിട്ടാണ് കർമ്മം ചെയ്യുന്നത്. ചിലവർ സത്വഗുണമാണ്, ചിലവർക്ക് രജോ ഗുണമാണ്, ചിലവർക്ക് തമോ ഗുണമാണ്. എന്താണ് രജോ ഗുണം? ലോകത്ത് ഒരു പുരോഗതിയിലേക്ക് മുന്നോട്ടേക്ക് പോകണം എന്ന് വെച്ച് പ്രവർത്തിക്കുന്നത് രജോ ഗുണം. വേണ്ട പിന്നോട്ടേക്ക് മതി അലസത പിന്നോട്ടേക്ക് പോകുന്നത് തമോ ഗുണം. ലോകത്തെ പിന്നോട്ടേക്ക് വലിക്കണം, മുന്നോട്ടേക്ക് പോകണ്ട, പിന്നോട്ടേക്ക്. പിന്തിരിപ്പന്മാരെന്നല്ല നമ്മൾ പറയുന്നത് അതാണ്. അങ്ങനെയുള്ള സ്വഭാവം വെച്ച് ചിലവർ കർമ്മം ചെയ്യും. ചിലവർ സത്വഗുണം, ഈ കിട്ടിയതിൽ സംതൃപ്തി ആയിക്കൊണ്ട് അങ്ങനെ മതി, ഇതിൽ മതി എന്ന് വെച്ച് പോകുന്നവർ സത്വഗുണം. അപ്പൊ ഇങ്ങനെ ഈ മനുഷ്യർ പോകുന്നതിന് ഇങ്ങനെ ഗുണവ്യത്യാസങ്ങളുണ്ട്. ശ്രദ്ധാഭേദം. ചിലവർ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യും, ചിലവരൊരു ചടങ്ങ് മാതിരി ചെയ്യും, ചിലവർ ആക്കാവ് വേണ്ടിയിട്ട് ചെയ്യും. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ അനുസരിച്ച് ഇവരുടെയും കർമ്മഫലാനുഭവം വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് എല്ലാവരുടെയും കർമ്മത്തിൻ്റെ ഫലം എന്താണ്? വ്യത്യസ്തമായിട്ട് വരികയാണ്. അതേപോലെ 3 ശാസ്ത്രനിഷേധമായ കർമ്മമുണ്ട്, അത് അധർമ്മമാണ്. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയായ നിലയിൽ ചെയ്യാത്ത കർമ്മമെല്ലാം അധർമ്മമാണ്. നമ്മൾ ചെയ്യുന്നത് ശരിയായ ശാസ്ത്രത്തിൻ്റെ സയൻസിൻ്റെ ശരിയായ നിലയിൽ ചെയ്യണം. അല്ലാതെ അതിനെതിരായിട്ട് ചെയ്യുന്നതെല്ലാം അധർമ്മമാണ്. അതും ശ്രദ്ധയുമായിട്ട് ചേർന്നത്. അതും ചിലവർ അധർമ്മം ചെയ്യുമ്പോഴും ചിലവർ ശ്രദ്ധയോടുകൂടി ചെയ്യും, ചിലവർ വെറുതെ പേരിന് ചെയ്യും. ചെയ്യുന്ന തെറ്റാണ്, വെറുതെ കിടക്കട്ടെ, ആ തരത്തിലും ചെയ്യും. ഇങ്ങനെയുള്ള വ്യത്യാസം അനുസരിച്ചും കർമ്മഫലം വ്യത്യസ്തമായിരിക്കും. അപ്പം മനുഷ്യർ പലതര കർമ്മങ്ങൾ സത്വരജോ ഗുണത്തിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ, ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ശാസ്ത്രത്തിനെതിരായിട്ട് ശ്രദ്ധയോടെ അശ്രദ്ധയോടെ ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോഴാണ് കർമ്മഫലങ്ങൾ മാറുന്നത്. അതിനാൽ അവിദ്യയിലുള്ള കാമവാസനകളാകുന്ന അവിദ്യ, ഇതെല്ലാം അവിദ്യയാണ്. വിദ്യ ഏതാണ്? ബ്രഹ്മസാക്ഷാത്കാരം. ആ ബ്രഹ്മത്തെ പറ്റി എല്ലാം ചെയ്യിപ്പിക്കുന്ന ആ ബ്രഹ്മമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക. ബാക്കിയെല്ലാം മോഡേൺ സയൻസ് എല്ലാം അവിദ്യയാണ്, കാമവാസനകളാണ്. നമുക്ക് പലതരം കാമവാസനകൾ ഉണ്ടാകുമ്പോഴാണ് ആയിരക്കണക്കായ കർമ്മഫലങ്ങൾ ഉണ്ടാവുന്നത്. അപ്പം അതിൻ്റെ അകത്ത് കാമവും കയറി വരുമ്പോൾ, കാമം എന്ന് പറഞ്ഞാൽ എന്തോടുള്ള കാമമാകാം, പലതരം കാമമുണ്ടല്ലോ. അപ്പം അതിനനുസരിച്ചെല്ലാം ഫലങ്ങൾ എന്താവും? ആയിരക്കണക്കിന് കർമ്മഫലങ്ങളോടുകൂടിയ ഗതികളുണ്ട്. മനുഷ്യർ ആയിരക്കണക്കിന് കർമ്മഫലങ്ങളോടുകൂടിയുള്ള ഗതിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അവയെപ്പറ്റി ഇനി പറയാമെന്ന് പറയുകയാണ്. അപ്പം രാജാവ് ചോദിക്കുകയാണ്, നരകം ഈ ഭൂമിയിൽ തന്നെയുള്ള പ്രത്യേക പ്രദേശങ്ങളാണ്? നരകം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ തന്നെയാണോ, ഏതൊക്കെ പ്രത്യേക സ്ഥലമാണോ? അതല്ല, ബ്രഹ്മാണ്ടത്തിന് അകത്തുള്ളതാണോ പുറത്തുള്ളതാണോ വേറെ എവിടെയെങ്കിലും ഉള്ള സ്ഥാനമാണോ ഈ നരകം എന്ന്? ഇപ്പൊ ശുഗം പറയുകയാണ്, ബ്രഹ്മാണ്ടാവരണങ്ങളുടെ ഇടയിൽ തെക്കേ ദിക്കിൽ ഭൂതലത്തിന് താഴെ ജലവിധാനത്തിന് മുകളിലായും നരകം സ്ഥിതി ചെയ്യുന്നു. ഇവിടെ പറയുന്നത് ബ്രഹ്മാണ്ടാവരണങ്ങളുടെ ഇടയിൽ തെക്കേ ദിക്കിൽ
ഭൂതലത്തിന് താഴെ. തെക്കാണ് ഭൂതലത്തിന് താഴെ. ഭൂതലത്തിന് താഴെ എന്ന് പറയുമ്പോൾ ഭൂമിയുടെ തലത്തിന് താഴെ, ഭൂമിക്കടിയില്ല. ജലവിധാനത്തിന് മുകളിലായി. അപ്പൊ ജലവിധാനത്തിന് മുകളിൽ എന്ന് പറയുമ്പോൾ ജലം എന്ന് പറഞ്ഞാൽ സമുദ്രത്തിലാണ് ഉള്ളത്. ഇവിടെ നമ്മൾ ഓരോന്നായി എടുത്ത് നോക്കുമ്പോൾ ബ്രഹ്മാണ്ട ആവരണങ്ങളുടെ ഇടയിൽ, ബ്രഹ്മാണ്ടത്തിന്റെ ആവരണങ്ങളുടെ ഇടയിൽ തെക്കേ ദിക്കില് ഇപ്പം നമുക്ക് നമ്മളുടെ ബ്രഹ്മാണ്ടത്തിൽ നമ്മുടെ ഭൂമി എടുക്കുകയാണെങ്കിൽ തെക്കേ ദിക്കില് ഭൂതലത്തിന് താഴെ, ഭൂമിയുടെ തലത്തിന് താഴെ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഭൂമിയുടെ തലത്തിന് താഴെ എന്ന് പറയുന്നത് ഭൂമിയുടെ തെക്കേ ദിക്കിൽ അധികവും സമുദ്രമാണ്. ജലവിധാനത്തിന് മുകളിലായി, അവിടെ എന്ത് പറയുന്നു? ജലവിധാനത്തിന് മുകളിലായി. അപ്പം ഭൂമിയുടെ തെക്ക് ഭാഗം മുഴുവൻ ജലമാണ്, അധികഭാഗവും ജലമാണ്. അതിലോ ജലവിധാനത്തിന് മുകളിലാണ്. അപ്പം ജലത്തിന് മുകളിലായിട്ടും വരുന്നു നരകം സ്ഥിതി ചെയ്തു. ഇങ്ങനെ പറയുമ്പോൾ ഇതിൽ നിന്നെന്താണ് വ്യക്തമായി എടുക്കേണ്ടത്? അതൊരു ശരിയായ വർണ്ണനയൊന്നുമല്ല. നമ്മൾ ഇതുവരെ പ്രപഞ്ചത്തിന്റെ ഘടനയെല്ലാം വിവരിക്കുമ്പോൾ വളരെ വ്യക്തതയോടെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ സ്ഥലവും നമുക്ക് കണ്ടെത്താൻ പ്രയാസമുള്ള 7 ലോകങ്ങളിലേക്ക് വരെ കയറിയിട്ട് അതിലുള്ള മേരുപർവ്വതത്തെ പറ്റി, ഓരോ പർവ്വതത്തിലുള്ള നദികളെയെല്ലാം പറ്റി ഇത്രയും വ്യക്തമായിട്ട് ഇത്ര യോജന എന്നെല്ലാം പറയുന്ന ആ കഥയിൽ അവിടെ പറയുമ്പോൾ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഭൂമണ്ഡല ആവരണങ്ങളുടെ ഇടയിൽ, ശരി, അതപ്പം പ്രപഞ്ചത്തിൽ എവിടെയും ആകാം, ഈ 7 ലോകങ്ങളിലും ആകാം. തെക്കേ ദിക്കിൽ, തെക്ക് എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് തെക്കും വടക്കൊന്നും പറയാൻ പറ്റില്ല, ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ 7 ലോകങ്ങൾ ഇങ്ങനെ ചുറ്റുന്നുണ്ട്. തെക്ക് എന്ന് പറയുന്നതിൽ അത് മാറിക്കൊണ്ടിരിക്കും. പോട്ടെ. പിന്നെ ഭൂതലം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഭൂമിയുടെ തലത്തിന്. അപ്പം ഭൂമിക്ക്, അപ്പം നമ്മളെ ഭൂമിയിലേക്ക് എത്തുന്നുണ്ട്. അതിന് താഴെ, ഭൂമിക്ക് താഴെ എന്ന് പറയുമ്പോൾ 2 തരത്തിലെടുക്കാം. ഭൂമിയുടെ താഴെ എന്ന് പറയുമ്പോൾ അവിടെ ജലമാണ്. അതല്ല, ഭൂമിക്ക് താഴെ എന്ന് പറയുമ്പോൾ കീഴേയുള്ള ലോകങ്ങൾ എന്ന അർത്ഥത്തിലെടുക്കുകയാണെങ്കിൽ മണ്ണാണ്. ഭൂമിക്ക് താഴെയാണല്ലോ 7 ലോകമുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഭൂമിക്ക് താഴെയുള്ളത് നേരത്തെ പറഞ്ഞ പാതാള ലോകങ്ങളെല്ലാം. പക്ഷെ അതിൻ്റെ കൂട്ടത്തിന് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഭൂമിക്ക് താഴെ അപ്പം ജലമുണ്ട്, ജലവിധാനത്തിന് മുകളിലുണ്ട്. അപ്പം അങ്ങനെ തിരികും ഭൂമിക്ക് താഴെ എന്ന് പറയുമ്പോൾ ഭൂമിക്ക് താഴെയുള്ള മണ്ണെടുക്കാൻ പറ്റില്ല, ഭൂമിക്ക് താഴെയുള്ള സമുദ്രത്തെ എടുക്കേണ്ടി വരും, താഴ്ഭാഗത്തുള്ള. ആ സമുദ്രത്തിന് മുകളിലാണെന്നും പറയുന്നു. അപ്പം എവിടെയാണ്? ഒരു വ്യക്തതയില്ലാത്ത ഒരു വർണ്ണന അവിടെ കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് പോലും തപ്പി പിടിച്ചു കഴിഞ്ഞാൽ ഇത് എവിടെയാണെന്ന് ഒരു പിടി കിട്ടില്ല. അപ്പം നമ്മൾ കഥകളിലെല്ലാം പറയുമ്പോൾ പണ്ട് ഇന്നൊരു ദേശത്ത് വടക്കൊരു ദേശം ഉണ്ടായിരുന്നു, ഇന്ന ദേശത്ത് എന്നെല്ലാം പറയുന്നത് പോലെ ഒരു വിവരണം ഇവിടെ നടത്തി എന്നതിൽ കവിഞ്ഞ് ഒരു വ്യക്തതയൊന്നുമില്ല. അല്ലെങ്കിൽ പറയാം പാതാള ലോകത്തിനും, അല്ലെങ്കിൽ അതിന് മുമ്പിൽ അതലത്തിനും ഇതലത്തിനും അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയെല്ലാം പറയാമായിരുന്നു. ഇത്ര യോജന അപ്പുറം നല്ലത്. അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു പരുക്കം മട്ടിൽ ഒരു പിടികിട്ടാത്ത തരത്തിലുള്ള ഒരു വ്യാഖ്യാനമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. എന്നിട്ട് എന്തുണ്ട്? അവിടെ അഗ്നിശ്വാത്തൻ്റെതായ പിതൃദേവങ്ങളുടെ സംഘങ്ങളാണ് വസിക്കുന്നത്. അതായത് ഈ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അഗ്നി എന്ന് പറഞ്ഞാൽ എല്ലാത്തും തീയിട്ട് പൊരിക്കലെല്ലാം അധികം കാണുന്നത്. ഊർജ്ജം ഉപയോഗിച്ചിട്ടുള്ള പരിപാടികൾ തന്നെയാണ് ശിക്ഷ.
അപ്പം അവരുടെയും പിതൃക്കളുടെ ദേവതകൾ എല്ലാം കൂടിയിട്ട്, അതായത് യമനും കിങ്കരന്മാരെല്ലാം കൂടിയിട്ടാണ് അവിടെ വസിക്കുന്നത് എന്ന് പറഞ്ഞങ്ങ് പോവുകയല്ലാതെ ശരിയായ വ്യാഖ്യാനമൊന്നും ഇവിടെ തന്നിട്ടില്ല. അല്ലെങ്കിൽ പറയാമായിരുന്നു, നേരത്തെ ഭൂമിക്കടിയിലാണെങ്കിൽ അതലം വിതലം എന്നെല്ലാം പറഞ്ഞ് കുറേ പറഞ്ഞിട്ടുണ്ട്. ഈ അതലത്തിനും വിതലത്തിനും മറ്റേൻ്റെ ഇടക്ക് എന്നെല്ലാം പറഞ്ഞിട്ട് ഇത്ര യോജന എന്നെല്ലാം പറഞ്ഞ് പറയാമായിരുന്നു. അതൊന്നും പറഞ്ഞിട്ടില്ല. ഒരു വ്യക്തതയില്ലാതെ പണ്ട് ഇന്ന ദേശത്ത് എന്ന് പറയുന്ന തരത്തിലാണിത് പറഞ്ഞു പോയിരിക്കുന്നത്. ഇവിടെ യമധർമ്മൻ, അപ്പം എപ്പോഴും ഒരു ചുമതല ഉണ്ടാവുമല്ലോ. യമധർമ്മൻ തൻ്റെ കിങ്കരന്മാരും ഇപ്പം യമധർമ്മൻ എന്ത് ചെയ്യാണ്, തൻ്റെ കിങ്കരന്മാർ മരിച്ചാൽ കൊണ്ടുവരുന്ന ആൾക്കാരെ, കിങ്കരന്മാരെ മരിച്ചവരെ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പം മരിച്ചാൽ ഇവിടെ കൊണ്ടുവരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെയാണ് കൊണ്ടുവരുന്നത്? ആത്മാവിനാണോ കൊണ്ടുവരുന്നത്, ശരീരത്തെയാണോ? നമ്മുടെ ശരീരമാണോ ആത്മാവാണോ? വേദം പറയുന്നത് ആത്മാവാണ്. ശരീരം വരും പഴഞ്ചനായിട്ടുള്ള ഒന്ന്, അതിനൊരു ഉത്തരവാദിത്തമില്ല, അതിനെ ശിക്ഷിച്ചിട്ടും കാര്യമില്ല. കാരണം അത് ഉടുപ്പിനെ ആരും ശിക്ഷിക്കുക, ശിക്ഷിക്കേണ്ട ഏതിനെയാണ്? ആത്മാവിനെയാണ്. ആത്മാവ് നിർഗുണമാണ്, അതിന് വേറെ ഇതൊന്നുമില്ല. അപ്പോൾ ജീവാത്മാക്കളിൽ, അപ്പം പരേത ജീവാത്മാക്കളിൽ, അപ്പം പരേത ജീവാത്മാക്കളിൽ എന്ന് പറയുമ്പോൾ ആത്മാവിനെയാണോ കൊണ്ടുവരുന്നത്, അല്ല ശരീരത്തെയാണോ? ശരീരത്തെയെല്ലാം അവിടെ കത്തിച്ച് കളഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവിടെ പറയാനായിരുന്നു പുതിയൊരു ശരീരമെല്ലാം കൊണ്ടുവരുന്നു എന്ന് പറയണം. മരിച്ചു കഴിഞ്ഞാൽ ആത്മാവങ്ങ് പോകുന്നെന്ന് വേദങ്ങൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ആത്മാവ് മുകളിലേക്ക് പോകും, ശരീരം അവിടെ കളയും. അത് പിന്നെ വെറും വേസ്റ്റ് മാതിരിയുള്ളതാണ്. അപ്പം ഈ കിങ്കരന്മാർ കൊണ്ടുപോകുന്ന ഏതാണ്? ഇവിടെ കൂട്ടിക്കൊണ്ടുവരുന്ന ജീവാത്മാക്കളിൽ. അപ്പം അതിൻ്റെ ആത്മാവിനെയാണ് കൊണ്ടുവരുന്നത്. ആത്മാവാണ് യഥാർത്ഥത്തിൽ ഞാൻ, അല്ലാതെ ശരീരത്തെയല്ല. സർവേശ്വരന്റെ കൽപ്പനക്കനുസരിച്ച്, അപ്പം എന്ത് തരത്തിലാണ് ചെയ്യുന്നത് സർവേശ്വരൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ആ ശ്രീഹരി തീരുമാനിച്ച ആ കൽപ്പനക്കെതിരായിട്ടൊന്നും ചെയ്യില്ല. കർമ്മത്തിനും അനുസരിച്ചും, അവർ ചെയ്ത കർമ്മത്തിൻ്റെ അനുസരിച്ചും പാപത്തിൻ്റെ പരിണാമ ഫലമാകുന്ന ദുഃഖമാകുന്ന ദണ്ഡനത്തെ മുറപ്രകാരം ഏൽപ്പിക്കുന്നു. പാപത്തിൻ്റെ പരിണത ഫലമാകുന്ന, ഇയാൾ ചെയ്ത കർമ്മത്തിൻ്റെ പാപമുണ്ടെങ്കിൽ അതിൻ്റെ പരിണത ഫലമാകുന്ന ദുഃഖമാകുന്ന ദണ്ഡനത്തെ മുറപ്രകാരം ഏൽപ്പിക്കുന്നു. ദുഃഖമാകുന്ന ദണ്ഡനത്തെയാണ് ഏൽപ്പിക്കുന്നത്, അല്ല വേദനയാകുന്ന ദണ്ഡനത്തെയല്ല. ദുഃഖിപ്പിക്കുകയാണ് ആത്മാവിനെ. പീഡനം നമ്മളെ ശരീരത്തിന് അടിക്കുമ്പോൾ ദുഃഖമാണോ ഉണ്ടാവുക, വേദനയാണോ ഉണ്ടാവുക? ദുഃഖമാകുന്ന ദണ്ഡനത്തെയാണ് മുറപ്രകാരം ഏൽപ്പിക്കുന്നത്. അപ്പം മരിച്ചാൽ ജീവാത്മാവിനെ കൊണ്ടുവന്നിട്ട് അത് ഈശ്വരന്റെ കൽപ്പന പ്രകാരമേ ചെയ്യുള്ളൂ, എന്താണ് വിധിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ കർമ്മമെല്ലാം നോക്കിയിട്ട് പാപത്തിൻ്റെ പരിണത ഫലമാകുന്ന ദുഃഖമാകുന്ന ദണ്ഡനത്തെ മുറപ്രകാരം ഏൽപ്പിക്കുന്നു. അവരെ ദുഃഖിപ്പിക്കുന്നു എന്നേ അർത്ഥമുള്ളൂ. ദണ്ഡനം കൊണ്ട് ദുഃഖമല്ല ഉണ്ടാകുന്നു. അപ്പൊ ഇതിലൊന്നും ചോദ്യമുണ്ടോ? കഥയിലെന്നില്ല, ചോദ്യമില്ല. അതുകൊണ്ട് ഇതിലൊന്നും ചോദ്യം ചോദിച്ചിട്ടൊന്നും ഉത്തരം കിട്ടാൻ പോകുന്നില്ല. പിന്നെ എന്താണ് മനുഷ്യർ ഇനി പറയാൻ പോകുന്നത്? ചിലർ നരകത്തെ 21 തിരിച്ചിരിക്കുന്നു. അവിടെയും വ്യക്തതയൊന്നുമില്ല ഈ എഴുതുന്ന. ചിലർ ആകെ പറയുകയാണ് നരകത്തെ 21 തിരിച്ചിരിക്കുന്നു. അവ ഇതാണ്. ആരാണ് ഈ ചിലർ? ഈ പറയുന്ന ആൾക്ക് വലിയ വ്യക്തതയൊന്നുമില്ല. ബാക്കിയുള്ള കാര്യം പ്രപഞ്ചഘടനയെല്ലാം പറയുമ്പോൾ നല്ല വ്യക്തത ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അതിലൊരു വ്യക്തതയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കഥയിൽ ആശയമാണ്. എന്നിട്ട് താമിശ്രം, അന്ധനാമിശ്രം, രൗരവം, മഹാരൗരവം, കുംഭീഭാഗം,
കാലസൂത്രം, അസിമരൂപദനം, ശൂകരമുഖം, അന്തകൂപം, കൃമിഭോജനം, സന്നംശം, സപ്തശൂർമി, വജ്രകണ്ഠ കഷാൽമലി, വൈതരണി, ഭൂയോഗം, പ്രാണരോഗം, വിശസനം, ലാലാഭക്ഷ്യം, സാരമേയാദനം, അവിധി, അയപാനം. ഇങ്ങനെ കുറേ പേരുണ്ട് പറഞ്ഞിരിക്കുന്നുണ്ട്. പേരിലെല്ലാം പറഞ്ഞാലെല്ലാം തെറ്റ് വന്നിരിക്കും. ഞാൻ കുറിച്ചെടുക്കുമ്പോൾ ചിലതെല്ലാം പിന്നെ ഇനിയിപ്പോൾ വെരിഫൈ ചെയ്യാനൊന്നും പോകുന്നില്ല. അപ്പോൾ അങ്ങനെ 21ൻ്റെ പേര് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനു പുറമെ ക്ഷാരകർദമം, രക്ഷോഗണഭോജനം, ശൂലക്രോധം, ദന്തശുഖം, അവടനിരോധനം, പര്യാവർത്തനം, സൂചിമുഖം എന്നിങ്ങനെ വേറെയുണ്ട്. ഒരേഴെണ്ണം. അങ്ങനെ 28 അപ്പം ചിലവർ 21 എന്ന് പറയുന്നുണ്ട്, പിന്നെ ചിലവർ 28 എന്നും പറയുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് എല്ലായിട്ട് അങ്ങനെ 28. എന്നിട്ട് ഓരോന്നിനെയും അതിൻ്റെ ശിക്ഷ, കുറ്റം എന്താണെന്നും ഓരോന്നിലുള്ള കുറ്റം എന്താണെന്നും അതിനുള്ള ശിക്ഷ എന്താണെന്നും പറയാൻ പോവുകയാണ് ഓരോന്നിനും. അപ്പം ആദ്യ താമിശ്രം എന്നതിനാണ് നരകത്തിൽ. അപ്പം അതിൽ 8-ാമത്തേൽ പറയാം, അന്യരുടെ ഭാര്യ ധനം സന്തതി തട്ടിയെടുക്കുക. മറ്റുള്ളവരുടെ ധനം ഭാര്യ സന്തതി മൂലവയെ തട്ടിയെടുക്കുക. കാലപാശം കൊണ്ട് താമസി നരകത്തിലെത്തിക്കുന്നു. ഇതെല്ലാം ഏത് കാലഘട്ടത്തിലാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ഗോത്ര കാലഘട്ടത്തിലാണ്. കുറേ ആൾക്കാർ മറ്റുള്ള രാജ്യത്ത് പോയിട്ട് അവരുടെ ഭാര്യമാരെല്ലാം തട്ടിയെടുത്ത് സന്തതികളെയെല്ലാം തട്ടിയെടുത്ത് ധനമെല്ലാം തട്ടിയെടുക്കുന്ന പരിപാടി ഈ കാലത്തും അതെല്ലാം ഉണ്ട്. അതെല്ലാം താമരശ്ശേരി നഗരത്തിലാണ്. അവരെ കഷ്ടപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആഹാരം കിട്ടായില്ല. ഈ ആത്മാവിനെയാണ് കൊണ്ടുവരുന്നത്. ആത്മാവിന് ആഹാരം എന്തിനാ? വെള്ളം കിട്ടായില്ല. അപ്പൊ അവിടെ തന്നെ നമ്മുടെ ചോദ്യം വന്നു, ആത്മാവിനെ കൊണ്ടുവന്നിട്ട് ശരീരം അവിടെ ഇരുന്ന് കത്തിച്ചല്ലോ, പിന്നെ ഈ ആദ്യ ശരീരം ഉണ്ടാക്കിയത് എന്നാ പിന്നെ ശരീരത്തോടെ പിടിച്ചു കൊണ്ടുവരണം യമകിങ്കരന്മാർ. ഇത് ആത്മാവിനെ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. ആത്മാവിന്റെ ശരീരമൊന്നുമല്ല. എൻ്റെ ആത്മാവിന് ആഹാരം കിട്ടായ്മ, വെള്ളം കിട്ടായ്ക, തല്ല്, ഭീഷണി എന്നിവയിൽ ചെയ്യുമ്പോൾ കുറേ കഴിയുമ്പോൾ എന്താവും? മോഹാലസ്യപ്പെടും. ആത്മാവിന് മോഹാലസ്യമുണ്ടോ? കഥയിൽ ചോദ്യമില്ല. അപ്പം ഇതെല്ലാം നമ്മൾ ബുദ്ധിപരമായിട്ട് കുട്ടികളോടാണ് കഥ പറഞ്ഞു തരുന്നത്. അവരങ്ങ് രസിച്ചാണ്. അതുകൊണ്ട് ഇന്നേ ഒന്നും പാടില്ല. എന്ത് പാടില്ല? ഈ കുറ്റമൊന്നും ചെയ്യാൻ പാടില്ല. അതാണ് കൊടുക്കുന്ന സന്ദേശം. ഇതൊന്നും നല്ല പ്രവൃത്തി അല്ല എന്ന് പറഞ്ഞു വിടുന്നതേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും കാര്യമില്ല. 2, അന്ധതാമിശ്രത്തിലും ഇങ്ങനെ തന്നെയാണ്. 2-ാമത്തെ അന്ധതാമിശ്രത്തിലും ഇങ്ങനെ തന്നെയാണ്. ഒരുവനെ വഞ്ചിച്ചിട്ട് ഭാര്യയെ അനുഭവിക്കുക. അത് ഒരു ചെറിയ വ്യത്യാസമാണ്. ഒരാളെ വഞ്ചിച്ചിട്ട് ഭാര്യയെ അനുഭവിക്കുക. അവിടെ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ വേദനയാൽ നഷ്ടബുദ്ധിയും നഷ്ടദൃഷ്ടി, കാഴ്ചയെല്ലാം നഷ്ടപ്പെട്ടു, ബുദ്ധിയെല്ലാം നശിക്കും ആ വേദനയാൽ. ഇതേപോലെയുള്ള ശിക്ഷയെല്ലാം തന്നെ ഭക്ഷണം കൊടുക്കാതെ അടി ഇതെല്ലാം തന്നെയാണ്, മറ്റേലെ പോലെ തന്നെയാണ്. പക്ഷെ ഇവിടെ മോഹാലസ്യപ്പെടുക എന്നല്ല, ഇവൻ്റെ ബുദ്ധിശക്തി നശിച്ചു പോവും, ഇവൻ്റെ കാഴ്ചശക്തി നശിച്ചു പോലാണ്. ഇനി 10 ഞാൻ എൻ്റേത് എന്ന ഭാവത്തിൽ പ്രാണിദ്രോഹത്തിലും കുടുംബത്തെ മാത്രം തീറ്റിപ്പോറ്റുന്നവർ. ഞാൻ എൻ്റേത് എന്ന്
ഈ ലോകത്തിലെ എല്ലാവർക്കും വന്നിട്ട് ഞാൻ എൻ്റേത് എന്ന ചിന്തയുണ്ട്. എന്നിട്ടോ എന്ന ഭാവത്തിൽ പ്രാണിദ്രോഹത്തിലൂടെ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്തുകൊണ്ട്, മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്തിട്ട് തന്നെയാണ് കുടുംബം പോറ്റുന്നത്. മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാതെ എങ്ങനെയാണ് കുടുംബം പോറ്റുന്നത്? ഇപ്പോൾ ഒരു ജീവിനെ ചിക്കൻ കറി വാങ്ങാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് കടയിൽ പോയിട്ട് ഒരു ചിക്കനെ കൊന്നിട്ട് ഇറച്ചിയും വന്നിട്ടാണ് വീട്ടിലേക്ക് വാങ്ങിക്കൊടുക്കുന്നത്. അത് പ്രാണിദ്രോഹം തന്നെയാണ്. പച്ചക്കറി എന്നുവെന്ന് വെച്ചാൽ പച്ചക്കറിക്കും ജീവനുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആരും ദ്രോഹിക്കാതെ ഒന്നും ജീവിക്കാനൊന്നും പറ്റില്ല. ഇനി അങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിൽ തന്നെ കുടുംബത്തെ മാത്രം തീറ്റിപ്പോറ്റുന്നതും കുറ്റമാണ്. ഞാൻ എൻ്റേത് എന്ന ചിന്ത പാടില്ല. ആ ചിന്ത വെച്ചിട്ട് കുടുംബത്തെ പോറ്റുന്നതും കുറ്റമാണ്. അപ്പോൾ രൗരവത്തിലാണ് പിടിച്ചിടുക, നരകത്തിൽ. ഇതിൻ്റെ പരന്നിൽ പറയുന്നു, ഇവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ അവനെ ഏതെല്ലാം പ്രാണികളെയാണോ പീഡിപ്പിച്ചിട്ടുള്ളത് അവര് രുരുക്കളായിട്ട് വരും. അതൊരു ഭീകര ജീവിയാണ്. സർപ്പത്തെക്കാട്ടി ഭയങ്കരമായ ജീവികളായിട്ട് വന്നിട്ട് എന്ത് ചെയ്യും? ഇപ്പൊ ചിക്കനെയാണ് തിന്നുണ്ടെങ്കിൽ എല്ലാ ചിക്കൻ അതല്ല ഇങ്ങ് വരും രുരുക്കളായിട്ട്. ആട്ടിറച്ചി കഴിക്കുന്നവരാണ്. ചെടികളാണെങ്കിൽ ചെടികൾ തന്നെ ഇങ്ങ് അതേ രൂപത്തിൽ വരും. പിന്നെ എന്തെല്ലാമാണ് കഴിച്ചത്? കോഴിമുട്ട കഴിച്ചാലും കോഴി കുഞ്ഞ് അതേപോലെ കയറി വരും. എല്ലാത്തിനും ജീവനും, ജീവജാലങ്ങളിൽ സസ്യങ്ങളും എല്ലാം ജീവനുള്ളതിന് അതും എല്ലാമായിട്ട് വരും. എന്നിട്ട് അവനെങ്ങനെയാണോ പീഡിപ്പിച്ചത് അവനെ പോലെ തന്നെ ഇങ്ങോട്ടും പീഡിപ്പിക്കും. കരിമ്പ് കടിച്ചു വലിച്ചാണെങ്കിൽ കരിമ്പ് വന്നിട്ട് അവനെ കടിച്ചു വലിച്ച് തിന്നും. ഇവിടെ ആത്മാവിനെ എങ്ങനെയാണ് കടിച്ചു വലിക്കുക എന്നൊന്നും പിടി കിട്ടുന്നില്ല. ഇവിടെ പിടിച്ചോണ്ടേ വരുന്ന ആത്മാവിനെയാണ്. കഥയിൽ ചോദ്യമില്ല. ഇനി 12 മഹാരൗരവമാണ്. തൻ്റെ ശരീരത്തെ മാത്രം പോറ്റി നോക്കുന്ന സ്വാർത്ഥി, കുടുംബത്തെയോ ഒന്നും പോറ്റാതെ വെറും തന്നെപ്പറ്റി മാത്രം ചിന്തിക്കുന്നവരുണ്ടല്ലോ. അങ്ങനെയും രുരുക്കൾ ആരെല്ലാണോ ഉപദ്രവിച്ച രുരുക്കളായിട്ട് വന്നിട്ട് അവൻ്റെ ശരീരം മാംസത്തിന് വേണ്ടി തിന്നു തീർക്കുന്നതാണ് പറയുന്നത്. ഇനി 13 നാൽക്കാലികളെ പറവകളെ ജീവനോടെ പൊരിച്ചു തിന്നുന്നവരെ. ജീവനോടെ തിന്നുക. ചിലവർ ജീവനോടെ മത്സ്യത്തെ പിടിച്ചിട്ട് ചുട്ടിട്ട് തിന്നു, ജീവനോടെ. അപ്പൊ അത് നരമുക്കുകൾ, മനുഷ്യരെ പിടിച്ചു തിന്നുന്ന ജീവജാലങ്ങൾ പോലും അത് അനീതിയായിട്ടാണ്, നിഷ്ഠൂര കർമ്മമായിട്ടാണ് കണ്ടിരിക്കുന്നത്. ജീവനോടെ തീയിലിട്ട് പൊരിച്ചു തിന്നുക. ചത്തേൻ്റെ ശേഷം വേണ്ടിക്ക് പൊരിക്കാം. അതിനെക്കാട്ടി ജീവനോടെ പിടിച്ചിട്ട് തന്നെയാ. അതിനെയോ കുംഭീഭാഗം എന്ന നരകത്തിലാണ് കൊണ്ടിടുക. അവനെ തിളച്ച എണ്ണയിലിടും. ആത്മാവിനെയാണോ തിളച്ച എണ്ണയിലിടുന്ന നേരത്തെ പറഞ്ഞൊരു ചോദ്യമുണ്ട്. ആ ചോദ്യമൊന്നും വേണ്ട, കഥയിൽ ചോദ്യമില്ല. ഇനി 14 അച്ഛനമ്മമാർ, ബ്രാഹ്മണര് എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിയുള്ള ശാസ്ത്രജ്ഞന്മാർ, ചിന്തകര്, വേദങ്ങൾ. അതുകൊണ്ടാണ് വേദങ്ങളെ. അപ്പം അച്ഛനമ്മമാരാണ് നമുക്ക് ജ്ഞാനം നൽകുന്ന ആദ്യത്തെ ജ്ഞാനത്തിൻ്റെ ഉറവിടം. പിന്നെ ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ ഗുരുനാഥന്മാരെല്ലാം പഠിച്ച ശാസ്ത്രജ്ഞന്മാരെല്ലാം ബ്രാഹ്മണർ തന്നെയാണ്. അവർ ബുദ്ധിയാണ്, സ്കൂളിലെ അധ്യാപകരെല്ലാം ബുദ്ധിയാണ് കൈമാറുന്നത്. അപ്പോൾ അതെല്ലാം ബ്രാഹ്മണരായിട്ട് കണക്കൂട്ടാം. വേദത്തെ അല്ലെങ്കിൽ വേദത്തെ ദ്രോഹിക്കുന്നവര് കാലസൂത്രം എന്നിടത്താണ് നരകത്തിലാണ് കൊണ്ടുപോകുക. അവിടെ മുകളിൽ സൂര്യൻ ഇങ്ങനെ ഇരിഞ്ഞു കിടക്കുന്നുണ്ടാവും. അടിയിൽ അഗ്നി ഇങ്ങനെ ചുട്ട് ആളിക്കത്തുന്നുണ്ട്. അതിൻ്റെ ഇടക്ക് ഒരു ചുട്ടുപടുത്ത സമതലത്തിൽ അതിൻ്റെ മേലെ കൊണ്ടിടും. അപ്പോൾ ശരീരത്തിൻ്റെ പുറഭാഗവും അകഭാഗവും എല്ലാം കുറേ ഉണ്ടാകും. അവിടെ വിശപ്പും ദാഹവും ഉണ്ടാകും. ചൂടാണ്, വിശപ്പും ഉണ്ടാകും, ദാഹവും ഉണ്ടാകും. പിന്നെ ശരീരം എല്ലാം പകുതി വേഴും, മുഴുവനൊന്നും വേഗമൊന്നുമില്ല. അപ്പോൾ അവിടെ കിടന്നിട്ട് എന്ത് ചെയ്യും? ചിലപ്പോൾ ഇരിക്കും, കിടക്കും, നിൽക്കാൻ പറ്റാതെ ഇരിക്കും, കിടക്കും, ഉരുളും, എഴുന്നേറ്റ് ഓടും, പരക്കം പായും.
അത് എത്ര കാലം എന്ന് പറഞ്ഞാൽ ഒരു പശുവിൻ്റെ ശരീരത്തിൽ എത്ര രോമങ്ങളുണ്ടോ അത്രയും വർഷം അവിടെ അങ്ങനെ പീഡനം അനുഭവിച്ച് കിടക്കണം എന്നാണ് പറയുന്നത്. പശുവിൻ്റെ ശരീരത്തിൽ എത്ര രോമം ഉണ്ടോ, എല്ലാ പശുവിൻ്റെ ശരീരത്തിലും എത്ര ഒരേ എണ്ണാണോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഇതെല്ലാം ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള കഥ പറയൽ എന്ന് പറയുമ്പോൾ ചോദ്യം ഇല്ല. അത് വേദങ്ങളെ ദ്രോഹിക്കും. അപ്പൊ ഏറ്റവും വലിയ ജ്ഞാനത്തിന്റെ സ്രോതസ്സിനെ, അറിവിന്റെ ജ്ഞാനത്തെ ദ്രോഹിക്കുന്നവർക്കാണ്. അതായത് അച്ഛനമ്മമാരിലൂടെയാണ് ജ്ഞാനം വരുന്നത്, പിന്നെ ഗുരുക്കന്മാരിലൂടെയാണ്, പിന്നെ വേദത്തെയാണ്. ഇനി 15 ആപത്തില്ലാത്ത കാലത്തെ വേദമാർഗങ്ങളിൽ നിന്ന് വിട്ടുപോവുക, അല്ലെങ്കിൽ നാസ്തികനാവുക. ആപത്തില്ലാത്ത കാലത്ത്, ആപത്തുള്ള കാലത്തെ വേദമാർഗത്തിൽ നിന്ന് വിട്ടുപോകാം. എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ വേദത്ത് പറയുന്ന മാതിരിയൊന്നും കുത്താൻ കയറുന്ന കാളയോടാ വേദോദീറ്റ് കാര്യമില്ല എന്ന് പറയുന്നില്ല. അതുപോലെ ആപത്ത് കാലത്തല്ലാതെ വേദമാർഗങ്ങളിൽ, സാധാരണ നിലയിൽ വേദമാർഗങ്ങളിൽ തെറ്റിയവര്, നാസ്തികര്, അസിപത്രവനം എന്ന നരകത്തിലാണ് കൊണ്ടിടുക. അവിടെ ചാട്ട കൊണ്ടടിക്കുക. അപ്പൊ അവനെന്താണെന്ന് വെച്ചാൽ ചാട്ട കൊണ്ട് ശക്തിയിലടിക്കും. അപ്പോൾ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഓടുമ്പോൾ അവിടെ കരിമ്പിൻ കാടിൻ്റെ ഇല പോലെയുള്ളതാണ്, വാള് പോലെ മുറ്റിയുള്ള ഇലയാണ്. അപ്പോൾ ഓടുമ്പോൾ അതിൻ്റെ മേലെയെല്ലാം തട്ടി അവൻ്റെ ശരീരം മുഴുവൻ മുറിഞ്ഞ് വേദന കൊണ്ട് മയങ്ങിപ്പോവുക അവസാനം. അതാണ് ആപത്തില്ലാത്ത കാലത്ത് വേദത്തെ ധിക്കരിച്ചാണ്. ഇനി 16 രാജാവിനെ പോലെ രാജാവിൻ്റെ പ്രതിപുരുഷനായിരിക്കുന്ന ഒരാള് നിരപരാധിയെ ശിക്ഷിച്ചാല്, അല്ലെങ്കിൽ ബ്രാഹ്മണരെ ദേഹദണ്ഡനം ഏൽപ്പിക്കുക. ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ ബുദ്ധിമാന്മാർ. എപ്പോഴും ഭരണകർത്താക്കൾക്ക് അദ്ദേഹത്തിന്റെ കുറ്റങ്ങൾ വിളിച്ചു പറയുന്ന ബ്രാഹ്മണരെ, അതാണ് ബ്രാഹ്മണർ. അദ്ദേഹം ചെയ്യുന്ന തെറ്റുകളെയെല്ലാം ചിന്തകരായവർ പറയും, ഇയാളെ പോക്ക് ശരിയൊന്നുമില്ല, ഇയാൾ വെട്ടുപിഴുങ്ങിയിരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയാളെ കുറ്റങ്ങൾ പറഞ്ഞാൽ അവളെ പിടിച്ചിട്ട് ജയിലിൽ കൊണ്ടിട്ട് പീഡിപ്പിക്കും. എല്ലാ ഭരണാധികാരികൾക്കും ചിന്തകരെ വലിയ ഭയം തന്നെയാണ്. ഇന്നത്തെ കാലത്താണെങ്കിൽ മാധ്യമങ്ങൾ, അങ്ങനെയുള്ള മാധ്യമങ്ങൾ ഭയങ്കര ഭയമാണ്. അവരെ സുഖരമുഖം എന്ന നരകത്തിലാണ് കൊണ്ടിടുക. അവിടെ എന്താണെന്ന് വെച്ചാൽ മല്ലന്മാര് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞെക്കിപ്പിഴിയും അവരെ. ഈ കരിമ്പ് പിഴിയുന്ന കണ്ടിട്ടില്ല, അതുമാതിരി ഞെക്കിപ്പിഴിക, തുണി പിഴിയുന്ന മാതിരി അവരെ മല്ലന്മാർ വന്നിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ അവസാനം അവർ മയങ്ങിപ്പോകും. ഇനി 17 ഈ മറ്റുള്ളവർക്കുണ്ടാകുന്ന ദുഃഖങ്ങളെ പറ്റി പരിജ്ഞാനമില്ലാത്തവർ, അതായത് അറിയാതെ ചില തെറ്റുകൾ നമ്മൾ ചെയ്തു പോകുന്നു, അങ്ങനെ ചെയ്യുന്നവർ, അല്ലെങ്കിൽ ബ്രാഹ്മണരെ എന്നിവരെ ഉപദ്രവിക്കുക, അതായത് ചിന്തകരായ ആൾക്കാരെയെല്ലാം ഉപദ്രവിക്കുക, അല്ലെ അറിയാതെ ചില ശിക്ഷകളിലെല്ലാം അതിലെന്തെല്ലാം വരുന്നതെന്ന് വെച്ചാൽ കന്നുകാലികള്, മറ്റു മൃഗങ്ങള്, പക്ഷികള്, ഇഴജന്തുക്കള്, കൊതുകുകള്, പേന്, മൂട്ട, ഈച്ച എല്ലാം വന്നിട്ടുണ്ട്. അവൻ പേനിനെല്ലാം നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ അമർത്തിയിട്ട് ആവുമ്പോൾ ചത്തുപോകും പേന്. അല്ലെങ്കിൽ മൂട്ടേനെല്ലാം നമ്മൾ കൊല്ലുമല്ലോ, അറിയാതെയെല്ലാം സംഭവിക്കുന്നതെല്ലാം. പിന്നെ ഈച്ചേനെല്ലാം, അല്ലെങ്കിൽ ചെറിയ ജീവികളിലൂടെ നടക്കുമ്പോഴെല്ലാം ചത്തുപോയി. അപ്പം അറിയാതെ വലിയ ഇതൊന്നും ഇല്ലാത്ത തരത്തിൽ ചെയ്യുന്ന ഇങ്ങനെ ദ്രോഹം ചെയ്തത് ഇത് ചില കേസുകളാണ്. അതെല്ലാം നമുക്ക് ദ്രോഹം ചെയ്യുമ്പോഴെല്ലാം ചിലപ്പോൾ നമ്മൾ തുറുമ്പിനെല്ലാം അടിച്ചു പോകും, അല്ലെങ്കിൽ കൊതുക് വരുമ്പോൾ കൊതുകിനെ അടിച്ചു പോകും.
അവര് അതേപോലെ തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എല്ലായിടവും നിന്ന് ദ്രോഹിക്കും. കൊതുകും മറ്റേ അതുമെല്ലാം അങ്ങനെ അലഞ്ഞുഴലും. ഇവരെല്ലാം വന്നിട്ട് കൂട്ടത്തോടൊക്കെ വന്നിട്ട് അങ്ങനെ ചെറിയ ചെറിയ ദ്രോഹിക്കുന്നത് വലിയ കാര്യമല്ലാതെ നമുക്ക് ദ്രോഹം ചെയ്യുന്നതായിട്ട് തോന്നുന്നതന്നെ, അല്ലെ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ശരിയായി കളയുന്നുണ്ടല്ലോ. ചെറിയ കൊതുകിനെല്ലാം കൊല്ലണം തന്നെ ഗവൺമെൻറ് തന്നെ പറയുന്നതാണ്, കൊതുകിനെ കൊല്ലണം തന്നെ. അപ്പം അതൊന്നും അറിഞ്ഞുകൊണ്ട് നമ്മൾ കുറ്റമാണെന്ന് കരുതിയിട്ട് ചെയ്യുന്നില്ല. പക്ഷെ അതെല്ലാം കുറ്റം തന്നെയാണ്. അപ്പം അവന്മാരെല്ലാം കൂട്ടമായിട്ട് വന്നിട്ട് നമ്മളെ ആത്മാവിനെയാണോ കൊത്തുന്നൊന്നും ചോദിച്ചളയരുത്, കാരണം കഥയിൽ ചോദ്യമില്ല. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്ന കുറേ തെറ്റുകൾ, കുറ്റങ്ങളുണ്ട്. അതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി 18 തനിക്ക് കിട്ടിയതിൽ മറ്റാർക്കും പങ്കു കൊടുക്കാതെ തിന്നുക. തനിക്ക് കിട്ടത് വേറെ ആർക്കും കൊടുക്കാതെ തിന്നുക. ഇതെല്ലാം മനുഷ്യന്റെ കുറ്റമായിട്ട് എടുത്തു പറയണം. നമ്മളിലൊരു നല്ലൊരു ചിന്താഗതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. അതിനാണ് കൃമിഭോജനത്തിൽ കൊണ്ടിടുന്നത്. അല്ലെങ്കിൽ കർമ്മം ചെയ്യാതെ ഭക്ഷിക്കുന്നവൻ, ഒന്നും ചെയ്യാതെ വല്ലവരെയോടെയും വാങ്ങി തിന്നുന്നവൻ. ഒന്നിക്കിൽ തനിക്ക് കിട്ടിയ മറ്റാർക്കും കൊടുക്കാതെ തിന്നുക, അല്ലെങ്കിൽ അധ്വാനിക്കാതെ വല്ലയിടത്തുനിന്നും വാങ്ങി തിന്നുക. അങ്ങനെയുള്ളവർക്ക് കൃമിഭോജനമാണ്. ഒരു പുഴുവിൻ്റെ ഒരു പുഴുക്കൾ നിറഞ്ഞു കിടക്കുന്ന ഒരു കുണ്ടിൽ പിടിച്ചിടും അവിടെ, എന്നിട്ട് അവിടെ കിടന്ന് പുഴുക്കളെ തിന്ന് കടിച്ചു കൂട്ടേണ്ടി വരും, പാപം തീരുന്നത് വരെ. പുഴുക്കളി കഴിച്ചിട്ട് കഴിയേണ്ടി വരും. ആത്മാവിനെയാണോ ശരീരത്തെയാണോ? ശരീരം എല്ലാം അവിടെ കത്തിച്ച് കളഞ്ഞല്ലോ മരിച്ചപ്പെടുന്നത്. അപ്പോൾ ആത്മാവിനെ തന്നെയാണ് കൊണ്ടുവന്നതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനി 19 മോഷണത്തിലൂടെയോ ബലാത്കാരേണയോ ആപത്ഘട്ടത്തിലല്ലാതെ. അപ്പൊ ആപത്ത് സംഭവിക്കുമ്പോൾ ബലാത്കാരേണ മോഷണം വലിയ കുഴപ്പമൊന്നുമില്ല. ആപത്ത് കാലത്ത് ഭക്ഷിക്കാൻ തീരെ ജീവൻ നിലനിൽക്കാത്ത സമയത്ത് ചിലപ്പോൾ മോഷ്ടിച്ചാൽ വലിയ കുറ്റായിട്ട് ഇവിടെ പറയുന്നില്ല. അപ്പൊ ഇത് ബലാത്കാരേണ മോഷണം, അത് ആപത്കാലത്തല്ലാത്ത സമയം, ആപത്തൊന്നും ഇല്ലാത്ത സമയത്ത്. പൊന്നെ രക്തം മൂലാപ തട്ടിയെടുക്കൽ, ഇവയെല്ലാം ഇതെല്ലാം ചെയ്തവരെ സന്നശം എന്ന നരകത്തിലാണ് കൊണ്ട് ഇടുക. അവിടെ തീരിട്ട് ചുട്ട് പഠിപ്പിച്ച ദണ്ട് കൊണ്ട് ശരീരത്തിലേക്ക് ആകെ കുത്തിക്കേറുകയാണ് ചെയ്യുക. മോഷണം, ബലാത്കാരണ വല്ലതും പിടിച്ചെടുക്കുക, ആപത്ഘട്ടത്തിലല്ലാതെ ഇരിക്കുക, പൊന്ന് രക്തം ഇവയെല്ലാം തട്ടിയെടുക്കുന്ന കള്ളന്മാരവാടികളിലുള്ള ആൾക്കാർക്ക്. ഇനി 20 തനിക്കരുതാത്ത പുരുഷനെയോ സ്ത്രീയോ പ്രാപിക്കുക. പുരുഷൻ സ്ത്രീയെ പ്രാപിക്കുക, അല്ലെങ്കിൽ സ്ത്രീ പുരുഷനെ. തനിക്കരുതാത്ത, പാടില്ലാത്ത സ്ത്രീയെ പ്രാപിക്കുവാൻ ചാട്ടവാറ് കൊണ്ട് അടിയാണ് പറഞ്ഞിരിക്കുന്നത്. ചാട്ടവാറ് കൊണ്ട് അടിയാണ്. അത് കഴിഞ്ഞിട്ട് ആണിൻ്റെ പ്രതിമയുണ്ടാക്കും, ഇരുമ്പിരി ചുട്ടുവെച്ചത്. ഇതിൻ്റെ പെണ്ണിൻ്റെ പ്രതിമയുണ്ടാകും. പെണ്ണോട് ആണിൻ്റെ പ്രതിമയിൽ കെട്ടിപ്പിടിക്കാൻ പറയും, ആണോട് പെണ്ണിൻ്റെ പ്രതിമയിൽ കെട്ടിപ്പിടിക്കാൻ പറയും. ഇനി 21 മനുഷ്യർ മൃഗജാതികളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ നടക്കുന്നുവോ അവനെ വജ്രക കണ്ടക ശാൽമലി എന്ന നരകത്തിലാണ് കൊണ്ടുപോവുക. വജ്രം പോലെ കൂർത്ത മുള്ളുള്ള ഇലവ് മരത്തിൻ്റെ ചെടിമേല് മേലെ വെച്ചിട്ട് ഇങ്ങനെ വലിച്ച് കിടക്കുന്നതാണ്, അതിൻ്റെ മേലെ പിടിച്ച് വലിച്ച് മുറിവേൽപ്പിക്കുന്നതാണ് പറയുന്നത്. ഇനി 22 രാജാവോ രാജാവിൻ്റെ പ്രതിനിധിയായിട്ടുള്ളവരോ ധർമ്മമര്യാദ ലംഘനം നടത്തിയാൽ, രാജാവായാലും ഭരണാധികാരികളായാലും, വൈതരണി എന്ന നരകത്തിലാണ് കൊണ്ടിടുക. അവരെ
മലം, മൂത്രം, ചോര, തലനാര്, മൂലാവ് കൊണ്ട് നിറഞ്ഞ നദിയിൽ ചിന്ത പിടിച്ചിട്ടിട്ട് അവിടെയുള്ള മത്സ്യങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അതിനെയെല്ലാം ജലജന്തുക്കളെല്ലാം അവനെ ഇങ്ങനെ കടിച്ച് അവിടെ എവിടെയെല്ലാം കൊല്ലാതെ ജീവൻ പോകാത്ത തരത്തിൽ ശരീരം മുഴുവൻ കടിച്ചു പറിച്ച് തിന്നുകൊണ്ടിരിക്കും. ഇനി 23. 23 ദാസിമാരുടെ ഭർത്താക്കന്മാരായ ചിലവര്. എന്തുകൊണ്ടാണ് ദാസിമാരുടെ ഭർത്താക്കന്മാര്? പോട്ടെ. നാണവും മാനവും കൈവിട്ട് മൃഗീയ ജീവിതം നയിച്ചാല് അവരെ മലവും മൂത്രവും കഫവും മുതലായ നിറഞ്ഞ പുഴയിൽ പിടിച്ച് അതിൻ്റെ അകത്തിട്ട് എന്നിട്ട് അതും ഭക്ഷിച്ചു കൊണ്ട് അവിടെ കിടക്കണം. ഇനി 24 ബ്രാഹ്മണരെ പോലെയുള്ള ശ്രേഷ്ഠ കുലങ്ങളിൽ ജനിച്ചിട്ട് നായ്ക്കളെയും കഴുതകളെയെല്ലാം വളർത്തുക. കഴുതകളെ വളർത്തുക എന്ന് വേട്ടയാടല് ഒരു വിനോദമായി കാണുക. ശാസ്ത്രവിധിക്ക് അനുസരിച്ചല്ലാതെ മൃഗങ്ങളെ കൊല്ലുക. ശാസ്ത്രവിധി എന്ന് പറഞ്ഞാൽ കൊന്നാൽ പാവം തിന്നാ തീരുന്നുള്ള തത്വമല്ല. ശാസ്ത്രവിധി പ്രകാരമല്ലാതെ മൃഗങ്ങളെ കൊല്ലുക. അങ്ങനെയുള്ളവരുടെ കിങ്കരന്മാരെ അമ്പുകൾ കൊണ്ട് അവരുടെ ശരീരം പിളർക്കുമെന്നാണ് പറയുന്നത്. ഇനി 25 സ്വന്തം പ്രതാപം പുറമേ കാട്ടി ഞെളിഞ്ഞു നടക്കുന്നവൻ. സ്വന്തം പ്രതാപം കാണിച്ചിട്ട് ഞെളിഞ്ഞു നടക്കുക. ഞാൻ വലിയ പ്രതാപിയാണെന്നെല്ലാം എല്ലാവരും ആ തരത്തിൽ തന്നെയാണ് നടക്കുക ഭൂരിപക്ഷം പേര്. മൃഗബലി നടത്തുക. അതിന് വേണ്ടിയിട്ട് മൃഗങ്ങളെ ബലി നടത്തുക, ബള്ള് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വലിയവനാണെന്ന് കാണിച്ചാൽ മൃഗബലിയെല്ലാം നടത്തും. അവനെ വൈശ്യസ എന്ന നരകത്തിലാണ് ഇടുക. അവരെ നരകത്തെ തള്ളിയിട്ടിട്ട് വീർപ്പ് മുട്ടിച്ചിട്ട് ക്ലേശിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി 26 ലാലാപക്ഷം എന്ന നരകത്തെ പറ്റിയാണ്. ബ്രാഹ്മണന്മാരെ കാമാർത്ഥരായിട്ട് ഭാര്യ തൻ്റെ രേതസ് കുടിപ്പിച്ചാല്, രേതസ് നിറഞ്ഞ തോട്ടിൽ അവനെ ഇട്ടിട്ട് അത് കുടിപ്പിച്ച് അവനെ അതിനകത്ത് പിടിച്ചിട്ടിട്ട് അവനെ കൊണ്ട് അത് കുടിപ്പിച്ചെന്നാണ് പറയുന്നത്. ഇനി 27 സാരമേ യാതനം എന്ന നരകത്തിന്റെ കാര്യമാണ് പറയുന്നത്. രാജാവോ രാജാവിന്റെ ഭടന്മാരോ കവർച്ചക്കാരായിട്ട്, തീവെപ്പുകാരായിട്ട്, വിഷം കൊടുത്ത് കൊല്ലുന്നവരായിട്ട്. പണ്ട് രാജാവിൻ്റെ ഭടന്മാരെല്ലാം പോയിട്ട് ഒരു കച്ചവടക്കാരെയെല്ലാം കൊള്ളയടിക്കും, കമ്പോളങ്ങളെ കൊള്ളയടിക്കും, ഇല്ലേ വാണിജ്യ സംഘങ്ങളെ, കച്ചവട സംഘങ്ങളെ. അത് പണ്ട് ഗോത്ര കാലഘട്ടത്തിലെ പ്രധാനമായിരുന്നു. രാജകിങ്കരന്മാരും എല്ലാം പോയിട്ട് വേറൊരു നാട്ടിൽ പോയിട്ട് അവിടുത്തെ കമ്പോളമെല്ലാം കൊള്ളയടിക്കും, അവരുടെ വസ്തു എല്ലാം കട്ടുകൊണ്ടുവരുന്ന ഒരു കാലഘട്ടം. ഈ രാജഭരണകാലത്തും അതെല്ലാം ഉണ്ടായിരുന്നു. കച്ചവട സ്ഥലത്ത് പോവുക, അല്ലെങ്കിൽ കച്ചവടക്കാരെ ഉപദ്രവിച്ചിട്ട് അവരെ നശിപ്പിക്കുക. അപ്പൊ അങ്ങനെയുള്ളവരെ ഈ നരകത്തിലാണ്, നേരത്തെ പറഞ്ഞ നരകത്തിലാണ് ഇടുക. അവരെ ആ നരകത്തിലിട്ടാല് യമന്റെ പല്ലുകളുള്ള യമന്റെ കിങ്കരന്മാർ തേറ്റ പല്ലുകളുമായിട്ട് 720 എണ്ണം ഓടി വന്ന് ശരീരം മുഴുവൻ കടിച്ച് പറിക്കും എന്നാണ് പറയുന്നത്. ഇനി 28 സാക്ഷികളായവര് ക്രയവിക്രയത്തിൽ എന്തെങ്കിലും കച്ചവടമെല്ലാം നടക്കുമ്പോൾ അല്ലെ വേറെ സമയത്ത് സാക്ഷി പറയുന്നവര്, ദാനം കൊടുക്കുന്നതിലെല്ലാം സാക്ഷി പറയുന്നവര്, നുണ പറയുകയാണെങ്കിൽ
അവീചിതം ചിമത് എന്ന നരകത്തിലാണ് കൊണ്ടിടുക. അവരെ തലകീഴായി 100 യോജന ഉയരമുള്ള പർവ്വതത്തിൻ്റെ മേലെ നിന്ന് തലകീഴായിട്ട് അങ്ങ് ഇടുമെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാം പൊട്ടി ഒരുമാതിരി ആയിട്ടുണ്ടാകും. എൻ്റെ ചത്തിട്ടിലേക്ക് പിന്നെ അത് എടുത്തുകൊണ്ടുപോയി മുകളിൽ കൊണ്ടുപോയിട്ട് 100 യോജന മുകളിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഇടുന്നതാണ് പറയുന്നത്. ഇനി 29 അയവാനം എന്ന നരകത്തെ പറ്റിയാണ് പറയുന്നത്. അവിടെ ബ്രാഹ്മണനോ ബ്രാഹ്മണന്റെ ഭാര്യയോ എല്ലാം വ്രതമനുഷ്ഠിക്കുന്നവരോ മദ്യം കഴിക്കുക. വലിയ ക്ഷത്രിയനോ വൈശ്യനോ ആയാൽ ആവാൻ അറിയാത്ത നിലയിലെങ്കിലും മദ്യം കഴിച്ചു പോവുക. അങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ മാറിൽ കയറി നിന്നിട്ട് കാരിരുമ്പ് രസം തീയിൽ തിളപ്പിച്ച കാരിരുമ്പ് രസം അവൻ്റെ വായിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് പറയുന്നത്. ഇനി 30. ഇനി ക്ഷാരകർദമം എന്ന നരകത്തെ പറ്റിയാണ് പറയുന്നത്. അത് താണ ആൾക്കാർ, അതായത് ബുദ്ധി കുറഞ്ഞ സാധാരണ ആൾക്കാർ ശ്രേഷ്ഠ പുരുഷന്മാരെ, നല്ല ബുദ്ധിയുള്ള എല്ലാ മഹാന്മാരായ പുരുഷന്മാരെ ബഹുമാനിക്കാതിരിക്കുകയാണെങ്കിൽ അവരെ തലകീഴായിട്ട് മറച്ചിട്ട് അറ്റമില്ലാതെ വേദന ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. തലകീഴായി മറച്ചിടും. മറ്റേ കുന്നുമ്പലൊന്നും കൊണ്ടുപോകുന്നില്ല, തലകീഴായിട്ട് മറച്ചിടി ചെയ്യും. എന്നിട്ട് അറ്റമില്ലാതെ വേദന ഉണ്ടാക്കും. ഇനി 31 നരമേധം കൊണ്ട് ദുർദേവതകളെ ആരാധിക്കുക. നരമേധം കൊണ്ട് ദുർദേവതകളെ ആരാധിക്കുക പണ്ടുകാലത്തെല്ലാം ഉണ്ടായിരുന്നു. സ്ത്രീകൾ നരബലി ചെയ്യുക, എന്നിട്ട് നരമാംസം ഭക്ഷിക്കുക. ഇതെല്ലാം ചെയ്യുന്നത് അങ്ങനെയുള്ളവരെ രക്ഷോ ഗണഭോജനം എന്ന നരകത്തിലാണ് കൊണ്ടിടുക. അവര് ഈ നരബലിയെല്ലാം നടത്തിയിരിക്കുന്ന അങ്ങനെ കൊന്ന ആൾക്കാര് തിരിച്ചു വരും, രാക്ഷസികളായിട്ട് തിരിച്ചു വരും. രാക്ഷസികളായിട്ട് തിരിച്ചു വന്നിട്ട് ആയുധങ്ങളെ കൊണ്ട് അവരെ പിളർക്കും. എന്നിട്ട് അവർ അവിടെ ആനന്ദ നൃത്തം വെക്കുന്നതാണ് പറയുന്നത്. അവിടെ തുള്ളിച്ചാടി സന്തോഷിക്കും. ഇനി 32 കാട്ടിലോ നാട്ടിലോ വിശ്വാസത്തിൻ്റെ പേരിൽ, അതും നമ്മൾ അനുഭവത്തിലുള്ള കാട്ടിലാണ് നാട്ടിലാണ് വിശ്വാസത്തിൻ്റെ പേരിൽ, അതെല്ലാം അന്ധവിശ്വാസം പഴയ കാലത്തുള്ളതാണ്. നിരപരാധികളെ കൂർത്ത കോലിന്മേലും ചരടിലും കോർത്ത് ഇങ്ങനെ ശൂലം ധരിക്കുന്ന മാതിരിയുള്ളൊരു പരിപാടി. ശൂലം കറക്കുക, കയറ് കോർത്തെടുക്കുക, കോർത്തിങ്ങനെ കെട്ടുക, എന്നിട്ട് കളിപ്പാട്ടം എന്ന പോലെ ദ്രോഹിക്കുന്നവർ. അപ്പം പണ്ട് കാലത്ത് ഇങ്ങനെയുള്ള ചില ആചാരങ്ങളെല്ലാം ഉണ്ടായിരുന്നു, കാട്ടിലുണ്ടായിരുന്നു. ഇന്നും നാട്ടിൽ ചിലയിടത്തെല്ലാം ഉണ്ട്. കമ്പി കുത്തിക്കയറ്റുക, ചരട് കയറ്റുക, എന്നിട്ട് ആഘോഷിക്കുക, കളിപ്പാട്ടത്തെ പോലെ അവരെ കൊണ്ട് നടക്കുക. ഇങ്ങനെ ദ്രോഹിക്കുന്നവർ ശൂലാദികളിൽ കോർക്കപ്പെട്ട് ശൂലപ്രോതം എന്ന നരകത്തിൽ അവരെ ശൂലങ്ങളിൽ തറച്ചിട്ട് മൂർച്ചയുള്ള കൊക്കുകളും പക്ഷികളും എല്ലാം വന്നിട്ട് കൊത്തി വലിക്കുമെന്നാണ് പറയുന്നത്. ഇനി 33 ക്രൂര സ്വഭാവത്തോടെ ജീവജാലങ്ങളെ ശല്യപ്പെടുത്തുക. ക്രൂരന്മാരായിട്ട് മറ്റുള്ള ജീവജാലങ്ങളെ ശല്യം ചെയ്യുന്നവരെ ദന്തശൂകം എന്ന നരകത്തിലാണ് വധിക്കുക. അവിടെ 7 തലയുള്ള സർപ്പങ്ങൾ വന്നിട്ട് അവരെ വിഴുങ്ങുമെന്നാണ് പറയുന്നത്. ഇനി 34 അപട നിരോധനം എന്ന നരകത്തിൽ കൊണ്ടിടുന്നവരെ പറ്റി.
പടുകുഴിയിലോ ഗുദാമുഖത്തിലോ അല്ലെങ്കിൽ ഗുഹകളിലോ ജീവജാലങ്ങളെ അടക്കുക. വല്ലതിനെയും ഗുഹകളെല്ലാം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തിട്ടിട്ട് അടച്ചുമൂടി വെക്കുന്ന ഉപദ്രവം ചെയ്യുന്നവരെ നരക കുഴികളിലേക്ക് തള്ളിയിട്ട് അതിൽ വിഷജ്വാല കടത്തും, അല്ലെ അഗ്നി കടത്തും, അല്ലെ പുക എന്നിവ കൊണ്ട് വീർപ്പ് മുട്ടിക്കും. ഇനി 35 പര്യാവർത്തനം. ആ പര്യാവർത്തനം എന്ന നരകത്തിൽ കൊണ്ടിടുന്നവരെ പറ്റി അവര് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൃഹനാഥൻ അതിഥികളെ വീട്ടിൽ വരുന്നവരെയെല്ലാം അതിഥിയായിട്ട് വരുന്നവരെ കോപിച്ച കണ്ണാൽ തുറിച്ചു നോക്കുക. ദേഷ്യത്തോടുകൂടി ആരെങ്കിലും വീട്ടിൽ വരുമ്പോൾ തുറിച്ചു നോക്കുക. അവർക്ക് അവിടെ ആ നരകത്തിൽ ഇട്ട് കഴിഞ്ഞാൽ കാക്കകളും കൊക്കുകളും എല്ലാം കണ്ണി കൊത്തിപ്പറിക്കുമെന്നാണ് പറയുന്നത്. ഇനി 36 ധനാഢ്യൻ എന്ന ഭാവത്തിൽ ഗർവിച്ച് കുടില ദൃഷ്ടിയോടെ മറ്റുള്ളവരെ നോക്കുക. വലിയ ധനാഢ്യനായി ഇരുന്നിട്ട് മറ്റുള്ളവരെ ഒരുമാതിരി ആക്കിക്കൊണ്ട് നോക്കുക. ഇത് പണ്ട് പ്രഭുക്കന്മാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ്. ധനാഢ്യന്മാരുടെ അടുത്ത് എന്നിട്ട് വല്ലവരെയും പിടിച്ചുകൊണ്ട് പോയിട്ട് അവരെ നോക്കിയിട്ട് ഒരുമാതിരി കുടില ദൃഷ്ടിയോടെ മറ്റുള്ളവരെ നോക്കുക. അതേ ആ വ്യക്തികൾ തന്നെ സമ്പത്ത് നഷ്ടപ്പെടുമെന്ന് കാണുമ്പോൾ അവരുടെ മുഖം എന്താവും പാടും. ഈ പ്രതാപനം നശിച്ചു കാണുമ്പോൾ അവരുടെ മുഖേനം പിന്നെ ഒരുമാതിരി വാടും. അല്ലെങ്കിൽ ഭൂതം പോലെ സ്വത്ത് കാത്ത് കൊണ്ടിരിക്കുക. ഒന്നും ചെയ്യാതെ കുറേ സ്വത്തെല്ലാം വാരിക്കൂട്ടിയിട്ട് ഭൂതം നിധി കാക്കുന്നത് പോലെ അതിനെ കാവലിരിക്കുക. അതിനെ ചുരുക്കി പറയാണ് ധനം ശേഖരിക്കുക, എന്നിട്ടോ പെരുപ്പിക്കുക. ധനം ശേഖരിക്കുക, പെരുപ്പിക്കുക, ഇത് സംരക്ഷിച്ച് വെക്കുക. അതൊന്നും ചെലവാക്കാതെ അങ്ങനെ കൂട്ടി വെക്കുക എന്ന കുറ്റത്തിന് സൂചിമുഖം എന്ന നരകത്തിലാണ് കൊണ്ടിടുക. ശരീരം മുഴുവൻ സൂചിയും നൂലും കൊണ്ട് തുന്നിക്കേട്ടും എന്നാണ് പറയുന്നത്. ഇതിന്റെ 37 പറയുന്നത് ഇത്തരത്തിലും ഇതേമാതിരിയുള്ള നരകങ്ങൾ 100 ആയിരക്കണക്കിന് അവിടെ ഉണ്ട് എന്ന് പറയുകയാണ്. അവിടെ ഈ പറയുന്ന കുറ്റാലം ചെയ്തവരെ മുറ പോലെ അതിൽ ഓരോന്നിൽ കയറ്റി വിടും. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂമിയിൽ തന്നെ എന്താവും, അവര് പുനർജനിച്ചിട്ട് വരും. ഇനി 38 സന്യാസ യോഗത്തെ പറ്റി മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സന്യാസ യോഗത്തെ പറ്റി മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതെ വേണ്ടെങ്കിൽ ആ വഴിയിലൂടെ പോയാൽ ഇതിൽ നിന്ന് നല്ല മുക്തി നേടാമെന്നുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. ഇങ്ങനെയാണ് ഈ ബ്രഹ്മാണ്ടത്തിലെ കാര്യങ്ങളുടെ ഏകദേശം ഉള്ളടക്കം ഇതെല്ലാമാണ്. യാതൊന്ന് 14 വിഭാഗമായി വിവരിച്ചുവോ വിരാട് സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണന്റെ മായയാൽ തീർത്ത സ്ഥൂല രൂപം തന്നെ അത്. ഇതെല്ലാം ആ ഭഗവാന്റെ 14 വിഭാഗങ്ങളായി, 14 ലോകങ്ങളായി നമ്മൾ ഇതുവരെ എന്തെല്ലാം പറഞ്ഞല്ലോ അതെല്ലാം അത് മായയാൽ ശ്രീഹരി തീർത്ത ഭഗവാന്റെ സ്ഥൂല രൂപങ്ങൾ തന്നെയാണ്. ഭഗവാൻ തന്നെയാണ് ആ രൂപത്തിലായിട്ട് അവതരിച്ചിരിക്കുന്നത്. ഇത് യാതൊരാളോടെ പാരായണം ചെയ്യുകയും ഇതിനെ ഈ കഥ പാരായണം ചെയ്യുക, കേൾക്കുക, കേൾപ്പിക്കുക എന്നിവ നിർമ്മലനായി ഭവിച്ച് അവൻ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചവനല്ലെങ്കിലും, അതായത് ഈ കഥ കേട്ടിട്ട് ഈ നരകത്തെ പറ്റിയുള്ള ഇത് സാധാരണക്കാർക്ക് വേണ്ടി പറഞ്ഞതാണ്, അല്ലാതെ ബ്രഹ്മസാക്ഷാത്കാരം നേടാൻ വേണ്ടിയിട്ടുള്ളവർക്ക് പറഞ്ഞതല്ല. അപ്പൊ ഇന്ദ്രിയങ്ങളെ നിർത്തിക്കാൻ ഇത് വായിച്ച് കേട്ട് മനസ്സിലാക്കുക. ഈ കാര്യങ്ങളെല്ലാം ഈ നരകത്തെ പറ്റി മനസ്സിലായിക്കോളും. സാധാരണ ജനങ്ങളാണ്, അതുകൊണ്ട് അവർക്ക് ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്കുള്ള കാര്യമൊന്നുമല്ല പറയുന്നത്. അപ്പോൾ അവരവരുടെ ഇന്ദ്രിയങ്ങളെ ഒന്നും നിയന്ത്രിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് വായിക്കുന്നു, മനസ്സിലാക്കുന്നു. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർ വേദശാസ്ത്രപ്രകാരമുള്ള സച്ചിദാനന്ദന്റെ സ്വരൂപത്തെ അറിയുന്നു. അവർക്ക് ആ സച്ചിദാനന്ദന്റെ സ്വരൂപമാണ് ഈ പ്രപഞ്ചം, ഇങ്ങനെയെല്ലാമാണെന്നുള്ള ഒരു ഏകദേശ ധാരണ അവർക്ക് കിട്ടും.
ഇനി 39 പറയുകയാണ്, സർവേശ്വരന്റെ സ്ഥൂല സൂക്ഷ്മ സ്വരൂപത്തെ കേട്ടു ധരിച്ച മനസംയമനം സാധിച്ച സാധകൻ. അപ്പം ഇത് സ്ഥൂല രൂപമാണ് ഈ പ്രപഞ്ചം. സൂക്ഷ്മരൂപം എന്താണ്? ആ നിർഗുണമായ ബ്രഹ്മം. അതിന് രൂപമില്ല, ഭാവമില്ല. അതാണ് ഇത്തരത്തിലുള്ള ഒരു പ്രപഞ്ചം മായയാൽ തീർത്തിരിക്കുന്നത്. അപ്പം ഈ രണ്ട് രൂപത്തെയും കേട്ടിട്ട് മനസംയമനം സംഭവിച്ച വ്യക്തി, സാധകൻ, സ്ഥൂല രൂപത്തിൽ നിന്നും ഉറച്ച മനസ്സിനെ, ഈ ഒരു പ്രപഞ്ചം, ഈ ബ്രഹ്മാണ്ടത്തെ, നമ്മൾ ഈ ഭൗതിക ലോകത്തെ, അതിൽ ഉറച്ചുപോയ മനസ്സിനെ എന്ത് വേണം? ബുദ്ധിയാൽ, മനസ്സിനെ അതിൽ നിന്നും വേർപെടുത്തിയിട്ട് ബുദ്ധിയാൽ സൂക്ഷ്മ രൂപത്തിലേക്ക് നയിച്ചു കൊള്ളണം. അതായത് ഇതിൽ നിന്നും വിട്ടിട്ട്, ഇതെല്ലാം മായാലോകമാണ്, ഇതിലൊന്നും വേറെ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഇതിൽ നിന്നും മാറി സൂക്ഷ്മരൂപമായ ആ ബ്രഹ്മം, നിർഗുണമായ അവസ്ഥയിലേക്ക് പോകണം. നാൽപ്പതില് സമസ്ത ജീവരാശികളുടെയും ഇരിപ്പിടമായ ഭഗവാന്റെ സ്ഥൂല ശരീരമാവുന്ന ഭൂമിയും. അപ്പം നമ്മുടെ എല്ലാം ഇരിപ്പിടം ഏതിലാണുള്ളത്? ഭഗവാന്റെ ആ സ്ഥൂല ശരീരമാകുന്ന ഈ പ്രപഞ്ചത്തിലാണ്, ഈ ഭൂഖണ്ഡത്തിലാണ്. അതിലെ അപ്പോൾ ആ സ്ഥൂല ശരീരത്തിൽ എന്തെല്ലാം ഉണ്ട്? ഈ പ്രപഞ്ചം നമ്മൾ ഈ പറയുന്നതിൽ എന്തെല്ലാം ഉണ്ട്? ഭൂമിയുണ്ട്, നമ്മൾ താമസിക്കുന്ന ഭൂമിയുണ്ട്. പിന്നെ എന്തുണ്ട്? ദ്വീപുകളുണ്ട്. എത്രയോ ദ്വീപുകൾ മുകളുണ്ടല്ലോ, 49 മരുത്തുക്കളെല്ലാം ഓരോ ദ്വീപുകൾക്ക് സമാനമാണ്. ദ്വീപുകളുണ്ട്, വർഷമുണ്ട്, നദിയുണ്ട്, ദേശങ്ങളുണ്ട്, സമുദ്രമുണ്ട്. ദിക്കുകളെപ്പറ്റി എല്ലാം പറഞ്ഞിട്ടുണ്ട്. നരകങ്ങളെപ്പറ്റി പറഞ്ഞു, നക്ഷത്രാദികളെപ്പറ്റി എന്നീ ഈ ലോകത്തിലുള്ള എല്ലാറ്റിൻ്റെയും അവസ്ഥ എന്നാൽ വിവരിക്കപ്പെട്ടു എന്ന് പറയുകയാണ്. അങ്ങനെ നീ ചോദിച്ച പ്രകാരം ഈ പ്രപഞ്ചത്തിൻ്റെ ഈ പ്രപഞ്ചം, സ്ഥൂല ശരീരം, വിരാട സ്വരൂപം, ആ ശ്രീഹരിയുടെ വിരാട രൂപം, ഇല്ലെങ്കിൽ ഈ 14 ലോകങ്ങളായിട്ട് നിൽക്കുന്ന ആ ഘടന, അതാണ് സ്ഥൂല ശരീരം. അതിലുള്ള നദികളെപ്പറ്റി, പർവ്വതങ്ങളെപ്പറ്റി, ഭൂമിയെപ്പറ്റി എന്തെല്ലാം ഉണ്ടോ അതിനെപ്പറ്റിയെല്ലാം, അവയുടെ എല്ലാ സ്ഥിതികളും ഞാൻ ഇവിടെ പറയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ 5ാമത്തെ സ്കന്ധം കഴിയുകയാണ്. ഇനി 6ാമത്തിലേക്ക് കടക്കണം.